शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं सशङ्खचक्रं सकिरीटकुण्डलं सभीतवस्त्रं सरसीरुहेक्षणं सहारवक्षस्थलशोभिकास्तुभं नमामि विष्णुं शिरसा चतुर्भुजं यस्य स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे ओं नमो भगवते वासुदेवाय ओं ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. വിഷ്ണു സഹസ്രനാമത്തിലെ 341 മുതലുള്ള കുറച്ച് നാമങ്ങളെ ഇന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന ആ ഒരു ഭാഗം അനുകൂലശ്രതാവർത്ത പത്മീ പത്മനിപേക്ഷണ പത്മനാഭോരവിന്ദാക്ഷ പത്മ ഗർഭശരീരഭൃത് മഹർദിവൃദ്ധ വൃദ്ധാത്മ മഹാക്ഷുകരുടധ്വജ ആ ഒരു ഭാഗത്താണ്. അതായത് അനുകൂലശ്രതാവർത്ത പത്മീ പത്മനിപേക്ഷണ പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃത് മഹർദിവൃദ്ധ വൃദ്ധാത്മ മഹാക്ഷുകരുടധ്വജ. നമ്മളിന്നിപ്പോൾ ഒരു മഴക്കാലം, പല സ്ഥലങ്ങളിലും പെട്ടെന്ന് മഴ വരുമ്പോൾ വെള്ളം കയറുന്ന ഒരവസ്ഥ, അതൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്നത്തെ അശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ നഗര സംവിധാനങ്ങളും നമ്മുടെ കെട്ടിട നിർമ്മാണങ്ങളും ഒക്കെ തന്നെയാണ് അതിന് കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ മഴയും പ്രകൃതിയിൽ ഈ മഴയും വെയിലും അതുപോലെ കാറ്റ് തണുപ്പ് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം എന്നുമുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് അതിൻ്റെ ഭീകരത ചില സമയങ്ങളിൽ വളരെ മനുഷ്യന് അല്ലെങ്കിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടായിട്ട് വരുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇത്രയും സുഖ സൗകര്യങ്ങളിൽ ഇരിക്കുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വന്നു പോകുന്ന ഒരു ജീവിതം തന്നെയാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാതെ നമുക്ക് വരുന്ന അപ്രതീക്ഷിതമായിട്ട് വരുന്ന അനുഭവങ്ങളെ നമുക്ക് നേരിടാനുള്ള കഴിവും കരുത്തും നൽകുകയാണ് ശരിക്കും വിഷ്ണു സഹസ്രനാമം പോലുള്ള സഹസ്രനാമങ്ങൾ ഏതു തന്നെയാണെങ്കിലും ജപിച്ചാലുള്ള ഗുണം. അപ്പോൾ അവരവർക്ക് ഏതാണോ ഇഷ്ട മൂർത്തി അല്ലെങ്കിൽ ഇഷ്ട ദൈവം, ആ ഒരു ഭഗവാനെ ആ സഹസ്രനാമങ്ങൾ കൊണ്ട് നമ്മൾ ജപിച്ചുകൊണ്ട് നമുക്ക് മനസ്സിനെ ശക്തിപ്പെടുത്താവുന്നതാണ്. അതിനു വേണ്ടിയായിരിക്കാം നമ്മൾ സഹസ്രനാമങ്ങളൊക്കെ ജപിക്കേണ്ടത്. അപ്പോൾ രാവിലെ സഹസ്രനാമ ജപം ഒരു ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, എപ്പോഴും നമ്മൾ ഗുണങ്ങൾ അന്വേഷിക്കുന്ന ഒരു സമൂഹമാണല്ലോ. എന്ത് ചെയ്യുമ്പോഴും ഇത് ചെയ്താൽ എന്ത് കിട്ടും, അത് ചെയ്താൽ എന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു മനഃശക്തി, മനസ്സിന് കരുത്ത് ഒക്കെ ഈ ജപങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നാമജപങ്ങൾ കൊണ്ടും സഹസ്രനാമ ജപങ്ങൾ കൊണ്ടും നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ ജപം, ഈ സഹസ്രനാമ ജപങ്ങൾ നമുക്കൊരു സുരക്ഷാ കവചമാണ്. നമ്മുടെ ചുറ്റും നമുക്കൊരു കവചമായിട്ട്, അതായത് നാരായണ കവചം എന്ന് പറയാം, അങ്ങനെ ഒരു കവചമായിട്ട് നമുക്ക് ഭഗവാൻ തന്നെ നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് സഹസ്രനാമ ജപങ്ങൾ ഒരു ശീലമാക്കണം എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു അർത്ഥം 341 തൊട്ടുള്ള നാമങ്ങളുടെ അർത്ഥമെന്ന് നോക്കാം. അപ്പോൾ 340 പറഞ്ഞു നിർത്തിയത്. ശൗരി, ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണാവതാരമാണെന്ന് പറയും. വിഷ്ണുവിൻ്റെ 10 പ്രധാനപ്പെട്ട അവതാരങ്ങളെടുത്താൽ പൂർണ്ണാവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശൂരസേനൻ്റെ പുത്രൻ, വസുദേവൻ്റെ പുത്രനായിട്ട് ജനിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ ശൗരി എന്നാണ് പറയുന്നത്. അപ്പോൾ വസുദേവരുടെ പുത്രൻ അല്ലെങ്കിൽ ശൂരവംശത്തിൽ പിറന്നവൻ, അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി അപ്പോൾ ശൗരി എന്ന ഒരു നാമം വിഷ്ണു ഭഗവാന് തന്നെ ഉണ്ട്. 341 ജനേശ്വര, ജനങ്ങളുടെ ഈശ്വരൻ, എല്ലാ ജീവികളുടെയും ജനങ്ങളുടെയും ഈശ്വരനാണ് ഭഗവാൻ.
സർവ്വ ജീവന്മാരുടെയും കർമ്മത്തെയും കർമ്മഫലത്തെയും അനുഭവങ്ങളെയും നിയന്ത്രിക്കുന്നു ഭഗവാൻ എന്നർത്ഥം. അതാണ് ജനങ്ങളുടെ ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ഇനി എന്താ വരുന്നത്, ഇനി എന്തൊക്കെ ആവണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഭഗവാനാണ് ഒരു വലിയ ഡയറക്ടർ തന്നെയാണ്. അറിയാത്തത് കൊണ്ടാണ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. കാരണം ആ ഡയറക്ടർ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി അടുത്ത നാമം 342 അനുകൂല. അപ്പോൾ എല്ലാവരുടെയും ആത്മാവെന്ന നിലയ്ക്ക് എല്ലാവരുടെയും ജീവഗതി ഓരോരുത്തർക്കും ഒരു ജീവഗതി ഉണ്ടല്ലോ. ആ ജീവഗതിയിലുള്ള കർമ്മത്തിന്, ആ ജീവഗതിയിൽ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ കർമ്മത്തിന് അനുകൂലമായ ഒരു ശക്തി ഭഗവാനാണ്. അതാണ് അനുകൂല. അപ്പോൾ ഓരോ ജീവനും ഒരു ജീവഗതിയുണ്ട്. അതായത് ഓരോ കർമ്മങ്ങൾ, പലതരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു ജീവൻ അതിൻ്റെ ആ ജീവഗതി സാധ്യമാവുള്ളൂ. അപ്പോൾ ആ ജീവഗതിയിലുള്ള കർമ്മങ്ങൾക്ക് അനുകൂലമായ ഒരു ശക്തി ഭഗവാനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്യാനും, ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു വലിയ ശക്തിക്ക് മുമ്പിൽ പ്രണമിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അതിന് അതുപോലെ തന്നെ നമുക്കൊരു മനുഷ്യദേഹം ലഭിക്കുന്ന എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണെന്ന് പറയും. ആ ഒരു മനുഷ്യദേഹം ലഭിച്ചാൽ ഗുരുവാകുന്ന ഒരു തോണിക്കാരൻ്റെ മാർഗനിർദ്ദേശമനുസരിച്ച് ഈ സംസാര സാഗരം തന്നെ തരണം ചെയ്യുന്നതിന് അനുകൂലമായി സഹായിക്കുന്ന കാറ്റ് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ഭഗവാൻ തന്നെ ഗുരുവായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കും. ആ ഭഗവാന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഭഗവാൻ ഗുരുവിൻ്റെ രൂപത്തിൽ നമുക്ക് മാർഗനിർദ്ദേശം തരികയും ഈ സംസാരമാകുന്ന സംസാരമാകുന്ന സാഗരത്തെ തരണം ചെയ്യാനുള്ള ഒരു തോണിയായിട്ട് ഭഗവാൻ, അനുകൂലമായ ഒരു കാറ്റ് ആയിട്ടും ഭഗവാൻ നിൽക്കുന്നു നമ്മുടെ കൂടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി 343 നാമം ശതാവർത്ത. അതായത് അസംഖ്യം, ശതം 100 എന്ന് പറഞ്ഞാലും അവിടെ അസംഖ്യം എന്നാണ് അർത്ഥം. 100 അവതാരങ്ങൾ ആവർത്തിച്ച് ഭഗവാന്റെ അവതാരം ദശാവതാരം എന്ന് നമ്മൾ പറയും. പക്ഷേ ഭാഗവതത്തിലൊക്കെ 24 അവതാരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഭാഗവതത്തിൽ വീണ്ടും പറയുന്ന അസംഖ്യേയമാണ് അതായത് അസംഖ്യം അവതാരങ്ങൾ ഭഗവാൻ എടുക്കുന്നു. ജീവാത്മാവ് പരമാത്മാവായ ഭഗവാനിൽ നിന്ന് അന്യമല്ല എന്നും ഓരോ ജീവാത്മാവും ഭഗവാന്റെ തന്നെ അംശമാണെന്ന് ഗീതയിൽ പറയുന്നുണ്ട്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന എന്ന് ഭഗവാൻ ചാപ്റ്റർ 15 പറയുന്നുണ്ട് ഗീതയിൽ. ഇനി നാമം 344 പത്മി. അതായത് പത്മം ഒരു ഭൂഷണമായിട്ട് ഭഗവാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. 4 ചതുർഭുജ രൂപത്തിൽ പത്മം, താമര ഒരു കയ്യിൽ പിടിച്ചിട്ടുള്ള ഭഗവാൻ പത്മി ആണ്. അല്ലെങ്കിൽ പറയാം പത്മത്തെ നാഭിയിൽ ധരിച്ചു ഭഗവാൻ. അതുകൊണ്ട് ആ ഭഗവാനെ അങ്ങനെയും പത്മി എന്ന് പറയാം. അപ്പോൾ കയ്യിൽ താമരയുണ്ട്, നാഭിയിൽ വിഷ്ണുവിൻ്റെ രൂപത്തിൽ അനന്തശയനം, പത്മനാഭൻ്റെ അനന്തശയനത്തിൽ ആ ഒരു നാഭിയിൽ പത്മം, ആ പത്മത്തിൽ ബ്രഹ്മാവിനെ നമുക്ക് കാണാം. അപ്പോൾ അവിടെയും അനേകം നാമങ്ങളിൽ ഭഗവാൻ പത്മിയാണ്. ഇനി 345 പത്മനിഭീക്ഷണം. അതായത് ഈക്ഷണം കണ്ണുകൾ എന്ന് പറയാം. പത്മം കണ്ണുകൾ, താമര ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയ ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ എല്ലാ അംഗങ്ങളെയും താമരയോട് ഉപമിക്കുന്നു. അതാണ് താമരയ്ക്കുള്ള വിശിഷ്ടത. കാരണം എന്താണെന്ന് ചോദിച്ചാൽ താമര ഇതളും അതുപോലെ താമരയുടെ ഇലയും ഒക്കെ തന്നെ വെള്ളത്തിൽ കിടക്കുമ്പോഴും ഒരു തുള്ളി വെള്ളത്തിന് പോലും അതിന് നനയ്ക്കാൻ പറ്റില്ല. ഒരു തുള്ളി വെള്ളം പോലും അതിൽ ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ടാണ് അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സംസാര സാഗരത്തിൽ നിൽക്കുമ്പോൾ അത്രയും എന്താ പറയുക, ശക്തിയില്ലാതെ ആണ് നമ്മൾ ജീവിക്കേണ്ടത്. ഭഗവാന് ഒരു വിധത്തിലുള്ള ശക്തിയും ഒന്നിനോടും ഇല്ല എന്നും നിസ്സംഗത്വവും നിർമ്മലത്വവും. നിസ്സംഗനാണ് ഭഗവാൻ, നിർമ്മലനാണ് ഭഗവാൻ. ഇത് രണ്ടും ഭഗവാന്റെ വിശേഷണ ഗുണങ്ങളാണ്. ഇനി 346
പത്മനാഭ. അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ പത്മമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഹൃദയരൂപമാകുന്ന പത്മത്തിൻ്റെ നാഭിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ നമ്മുടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയം ഒരു താമരയാണെങ്കിൽ ആ താമരയിൽ സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ. ആ ഹൃദയമാണ് ഭഗവാന്റെ ഇരിപ്പിടം. നമ്മളൊക്കെ ആണെങ്കിൽ ഭഗവാനെ അന്വേഷിച്ച് പല സ്ഥലത്തെയും ഓടി നടന്ന് ഗുരുവായൂരൊക്കെ പോയി തിരക്ക് പിടിച്ച് ആ ഒരു വെപ്രാളവും ഒക്കെ നമുക്ക് പലയിടത്തും കാണാം. എന്നാൽ ഭഗവാൻ തൻ്റെ ഉള്ളിലാണ് എന്ന് പിന്നെ മേൽപ്പത്തൂർ പറഞ്ഞ പോലെ ഏവം ദുർലഭ്യ വസ്തുനഭി ഹൃദയതയ. നമ്മുടെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുള്ള ഭഗവാനെ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉള്ള ഭഗവാനെ, ഹൃദയം താമരപ്പൂ പോലെയാണ് എന്നും അവിടെയാണ് ആ ഹൃദയ കമലത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നും അവിടെയാണ് ഭഗവാന്റെ ഇരിപ്പിടം എന്നും പറയുന്നു. അപ്പോൾ ഏകാന്ത ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ സ്വന്തം ലോകം വിട്ടിട്ട് ഭഗവാൻ ആ ഹൃദയത്തിൽ, ഭക്തൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവിടെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് എന്താ ഒരു വിശിഷ്ടത! ആ ഏകാന്ത ഭക്തി നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് ആ ഭക്തന് വേണ്ട എല്ലാ നിർദ്ദേശവും നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത നാമം 347 അരവിന്ദാക്ഷ. അരവിന്ദങ്ങൾ പോലെ, താമര ഇതൾ പോലുള്ള അക്ഷികളുള്ളവൻ. അപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ വളരെ പ്രസിദ്ധമാണ്. കാരുണ്യാകുല നേത്രം എന്നാണ് പിന്നെ നാരായണീയത്തിൽ പറയുന്നത്. കരുണ വഴിയുന്ന നേത്രം. അതുപോലെ തന്നെ അരവിന്ദത്തിൻ്റെ, അതായത് താമര ഇതൾ പോലുള്ള അക്ഷികളുള്ള ഭഗവാൻ, അതാണ് അരവിന്ദ അക്ഷ. കണ്ണ്. അരവിന്ദ ശബ്ദം എന്ന് പറയുന്നത് ആകർഷിക്കപ്പെടുന്നത് എന്നാണ് അരവിന്ദ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ആരെയും ആകർഷിക്കാൻ കഴിവുള്ള കണ്ണുകളോടുകൂടിയ ഭഗവാന്റെ കണ്ണുകൾ ഭക്തനെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ പ്രാപിക്കാൻ ആഗ്രഹം ഉദിപ്പിക്കുന്നു. ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹം ഉദിപ്പിക്കുന്ന കണ്ണുകളാണ് ഭഗവാന്റെ കണ്ണുകൾ. അതാണ് അരവിന്ദാക്ഷ. ഇനി അടുത്ത 348 നാമം പത്മഗർഭ. ഹൃദയരൂപമായ പത്മത്തിൽ, ഹൃദയം പത്മം പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹൃദയപത്മത്തിൻ്റെ മധ്യത്തിൽ ആരാധിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ഗർഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒരു ഗർഭാവസ്ഥയിലുള്ള ശിശു എന്ന് പറയുമ്പോൾ ആ വയറിനകത്ത് അഗർഭസ്ഥനായിട്ടുള്ള ശിശു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇരിക്കുന്നു. അതുപോലെ പത്മഗർഭ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ മധ്യത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ ഹൃദയരൂപമായ പത്മത്തിൻ്റെ മധ്യത്തിൽ ആരാധിക്കപ്പെടുന്നവനാണ്. അപ്പോൾ ഒരു ധ്യാനം ഒക്കെ നടത്തുന്ന സമയത്ത് ആ ഒരു ഹൃദയപത്മം, ആ താമര ഒരു മുകുളമായിട്ടിരിക്കുകയും അത് ക്രമേണ ആ ധ്യാനാവസ്ഥയിലൂടെ അത് ക്രമേണ വികസിക്കുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അവസാനം ആ വിടർന്ന താമരയുടെ മധ്യത്തിൽ ഭഗവാൻ ഇരുന്ന് അരുളുന്നതായിട്ടുള്ള ഒരു സങ്കല്പമാണ് ധ്യാനത്തിലൂടെ നമുക്ക് നിരന്തരം ഭഗവാനെ സ്മരിക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഭഗവാൻ പത്മഗർഭ ആണ്. അതായത് ഹൃദയ രൂപമായ പത്മത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്ത് ആരാധിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. ഇനി 349 ഭൃത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭരിക്കുന്ന എന്നാണ് പറയുക. അപ്പോൾ ശരീരത്തെ ഭരിക്കുന്നവൻ, നമ്മുടെ ശരീരത്തെ ആരാണ് ഭരിക്കുന്നത്? നമ്മുടെയൊക്കെ വിചാരം നമ്മളാണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ശ്വാസം പോലും വിടാനുള്ള ഒരു കഴിവില്ല. കാരണം നമുക്ക് എല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രാണനായിട്ടും പ്രാണരൂപത്തിലും അന്നരൂപത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിലും ഒക്കെ ഇരിക്കുന്ന ഭഗവാൻ പഞ്ചഭൂതങ്ങൾ ചേർന്നാണല്ലോ ഈ ശരീരം. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളെ ഭഗവാൻ യോജിപ്പിച്ച് നിർത്തുന്നു. ശരീരം എന്ന് പറയുന്നത് ജലം, അഗ്നി, വായു, പൃഥ്വി ഒക്കെ ചേർന്ന ആകാശം എല്ലാം നമുക്ക് ഈ ശരീരത്തിനകത്ത് കാണാം. ഇതിനെല്ലാം യോജിപ്പിച്ച് നിർത്തുന്ന ഭഗവാനാണ്. ഇതെല്ലാം യോജിക്കുമ്പോഴാണ് പല അവയവങ്ങളും പല ശരീരത്തിലെ ധർമ്മങ്ങളും ഒക്കെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ ശരീരത്തിന് ചൈതന്യം നൽകുന്ന ഭഗവാൻ,
അന്നരൂപത്തിലും പ്രാണരൂപത്തിലും അതിനെ പോഷിപ്പിക്കുന്നു. ജീവാത്മാവാണ് ഭഗവാൻ. അപ്പോൾ ശരീരത്തെ ഭരിക്കുന്നവനാണ് ശരീരഭൃത് എന്ന് പറയും. ശരീരത്തെ ഭരിക്കുന്ന, ഭൃത് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവൻ, ശരീരത്തെ ഭരിക്കുന്നവൻ ശരീരഭൃത്. ഇനി 350ാമത്തെ നാമം മഹർദി. മഹർദി മഹത്തായ ഋദ്ധി. ഋദ്ധി എന്ന് പറയുമ്പോൾ എപ്പോഴും ഐശ്വര്യം എന്നാണ് അർത്ഥം. അപ്പോൾ മഹത്തായ ഐശ്വര്യമുള്ള ഭഗവാൻ. അപ്പോൾ ആ ഭഗവാന്റെ ഐശ്വര്യം എന്ന് പറയുന്ന അതിശ്രേഷ്ഠമാണ്, അത്യന്തം മഹത്തരമാണ്. അപ്പോൾ അണിമാതി ഐശ്വര്യങ്ങളെന്ന് പറയും, 8 ഐശ്വര്യങ്ങൾ, അണിമ, ഗരിമ, ലഘിമ എന്നൊക്കെ പറഞ്ഞ് ഏതൊരു ആൾക്കും ധ്യാനത്തിലൂടെയും മനനങ്ങളിലൂടെയും ഒക്കെ ലഭ്യമാകുന്നതാണ് അണിമാതി ഐശ്വര്യങ്ങൾ, ഐശ്വര്യങ്ങളെന്ന് പറയും. ഈ ഐശ്വര്യങ്ങൾ പക്ഷെ ഭഗവാൻ ഏതൊരു യോഗിയും യോഗ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ഒക്കെ നേടിയെടുക്കേണ്ടതാണ് ഈ ഐശ്വര്യങ്ങൾ. എന്നാൽ ഈ എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനിലുണ്ട്. ഈ ഐശ്വര്യങ്ങളുമുള്ള അണിമാതി ഐശ്വര്യങ്ങളുള്ള സർവശക്തനായ ഭഗവാൻ എന്നാണ് മഹർദി എന്നാൽ അർത്ഥം. മഹത്തായ ഐശ്വര്യമുള്ള ഭഗവാൻ, സകല വിഭൂതികളുമുള്ള സർവശക്തനായ ഭഗവാൻ എന്നാണ് അർത്ഥം. അപ്പോൾ സകല വിഭൂതികളും ചേർന്നവനാണ് ഭഗവാൻ എന്ന ആ മഹത്തായ ഒരു നാമം നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു നാമം തന്നെയാണ് മഹർദി എന്ന് പറയുന്ന ഒരു നാമം. മഹത്തായ ഐശ്വര്യമുള്ള ഭഗവാൻ, എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമായിട്ടുള്ള ഭഗവാൻ, നമ്മുടെ ജീവനെ, ഈ പ്രപഞ്ചത്തെ, ഈ ശരീരത്തെ എല്ലാം നിലനിർത്തുന്ന മഹത്തായ ഐശ്വര്യങ്ങളുള്ള ഭഗവാൻ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് അനുകൂലശ്രതാവർത്ത പത്നി പത്മനിപേക്ഷണ പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത് മഹർദരദ്ധ വൃദ്ധാത്മാ മഹാക്ഷുഗരഡധ്വജ. അതിൽ മഹർദി എന്ന് പറയുന്ന 350ാമത്തെ നാമത്തിലാണ് നമ്മൾ നിർത്തിയത്. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. ഓം തത്സത്.